ആസിഫ് ഈ ഒരു സിനിമ കണ്ടു കഴിഞ്ഞപ്പം ആസിഫ് വേറെ എവിടെയൊക്കെ എത്തി ഇപ്പോൾ? തീർച്ചയായിട്ടും ഇപ്പം ആസിഫിന്റെ അഭിനയത്തിന്റെ ഞാൻ പറഞ്ഞില്ല, ആസിഫിനെ പണ്ട് തൊട്ട് നമ്മൾ കാണുന്ന ആളുകൾ ഒത്തിരി സിനിമകൾ കണ്ടു. വേറെ റേഞ്ചിലേക്ക് ആസിഫ് അലി എന്ന് എൻ്റെ തൊടുപുഴക്കാരൻ എത്തിയ അഭിമാന മുഹൂർത്തം കൂടിയാണ് കേട്ടോ. സത്യസന്ധമായിട്ട് ഞാൻ പറയാം, ഒരേ നാട്ടുകാരനും കൂടെയാണ്. പക്ഷെ അത്രയും അഭിമാനിക്കുന്നു ഞാൻ. അല്ല, ഇതില് ഇപ്പം ഇത്രയും സിനിമകൾ ഒരുപാട് ആളുകളുടെ കൂടെ ചെയ്യുന്നു. അപ്പോൾ നമ്മളറിയാതെ നമുക്കുണ്ടാകുന്ന കുറേ മാറ്റങ്ങളുണ്ട്. പിന്നെ നല്ല സിനിമകൾ സംഭവിക്കണമെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ എല്ലാ ഫാക്ടേഴ്സും നന്നാവണം. അപ്പോൾ അത്തരത്തിലുള്ള സിനിമയുടെ ഭാഗമാവാൻ തുടങ്ങിയപ്പോഴാണ് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഈ പറഞ്ഞ 2024 സംഭവിച്ചതുപോലെ നല്ല സിനിമകൾ കിട്ടിയത്. അപ്പോൾ എൻ്റെ എല്ലാ വിജയങ്ങളുടെയും ക്രെഡിറ്റ്സ് പോകുന്നത് എൻ്റെ ടീമിന് തന്നെയാണ്. അപ്പോൾ അവർ എല്ലാവരും ഒത്തൊരുമിച്ച് നിന്നതുകൊണ്ടാണ് ആ സിനിമകളെല്ലാം വിജയിച്ചത്. പ്രത്യേകിച്ച് ഇപ്പോൾ രേഖാചിത്രത്തിനെ എടുത്ത് പറയുമ്പോൾ ഇപ്പം അലി ചോദിച്ച പോലെ ഈ സിനിമ സംഭവിക്കണമെങ്കിൽ ഇതിന് മസ്റ്റായിട്ട് വേണ്ട കുറേ ഫാക്ടേഴ്സ് ഉണ്ടായിരുന്നു. ഈ സിനിമ സംഭവിക്കണമെങ്കിൽ ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എടുത്ത് വെക്കണമെങ്കിൽ തീർച്ചയായിട്ടും നമുക്കവിടെ പെർമിഷൻ വേണം എന്ന് പറയുന്നത് പോലെ തന്നെ ഈ സിനിമ കണ്ട എല്ലാവർക്കും അറിയാം, ഇതിൻ്റെ കുറേ കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുവരാൻ ഒരുപാട് പേരുടെ പെർമിഷൻസ് വേണം. ഒരുപാട് നമ്മൾ ഒരു പണ്ട് ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടിരിക്കുന്ന ഒരു ചരിത്രത്തെ നമ്മൾ നമ്മുടേതായ രീതിയിൽ വ്യാഖ്യാനിക്കുകയാണ്. അപ്പോൾ അതിന് ആ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ഒരുപാട് പേരെ നേരിട്ട് കാണണം, അവരുടെ പെർമിഷൻസ് എടുക്കണം, അവരുടെ ലുക്കലൈക്സിനെ കണ്ടുപിടിക്കണം എന്നൊക്കെ പറഞ്ഞ ഒരുപാട് കാര്യങ്ങളുണ്ട്. സിനിമയുടെ ഒഫീഷ്യലായിട്ടുള്ള ക്ലറിക്കൽ ജോബ്സ് കുറേ ഉണ്ട്. ആൻഡ്രോ ജോസഫ് എന്ന് പറഞ്ഞ ഒരു വ്യക്തിയാണ് അതിന് മുന്നിൽ നിന്നത്. പിന്നെ എടുത്തു പറയേണ്ടത് വേണുചേട്ടൻ. ഇദ്ദേഹം പേഴ്സണലി ഞാൻ 2018 എന്ന് പറഞ്ഞ സിനിമ ഞങ്ങൾ ഷൂട്ട് ചെയ്യുമ്പോൾ അത്രയും വലിയൊരു സിനിമ അത് സംഭവിക്കണമെങ്കിൽ, പ്രത്യേകിച്ച് മലയാളം പോലത്തെ ഒരു കൊച്ചു ഇൻഡസ്ട്രിയാണ്, നമ്മുടെ കുഞ്ഞ് ഇൻഡസ്ട്രിയാണ്. ആ ഇൻഡസ്ട്രിയിൽ അത്രയും വിശ്വസിച്ച് ബ്ലൈൻഡായിട്ട് ആ സിനിമയ്ക്ക് ആവശ്യമുള്ളതെല്ലാം ചെയ്യാൻ റെഡിയായിട്ട് മുന്നോട്ട് വരുന്ന ഒരു നിർമ്മാതാവ്, അങ്ങനെ ഒരു ഫാക്ടർ, അത് വലിയൊരു ഫാക്ടറാണ്. അപ്പോൾ ഇവർ 3 പേരുടെയും ഒരു ബ്ലെസ്സിങ്ങിലാണ് ഇന്ന് കാണുന്ന ഒരു വിജയത്തിലേക്ക് ഈ സിനിമ എത്തിയത്. അപ്പോൾ അതിന് ശരിക്കും അതെല്ലാം എൻ്റെ വിജയം മാത്രമായിട്ട് ഞാൻ ഒരിക്കലും എടുക്കുന്നില്ല മനസ്സിലേക്ക്. ഇത് ഒരു കൂട്ടായ്മയുടെ വിജയമാണ്. തീർച്ചയായിട്ടും കൂട്ടായ്മയുടെ വിജയം തന്നെ. വേണിച്ചേട്ടൻ്റെ ഇൻ്റർവ്യൂ ഞാൻ കഴിഞ്ഞ ദിവസം എടുത്തിരുന്നു, പടം റിലീസിന് മുമ്പ് എടുത്തിരുന്നു. അപ്പോൾ വേണിച്ചേട്ടൻ എന്നോട് പറഞ്ഞ ഒറ്റ പോയിന്റ് ഇപ്പോഴുണ്ട്, ഈ സിനിമ സൂപ്പർ ഹിറ്റ് ആയിരിക്കും, ഒരു മാറ്റമുണ്ട്, നിങ്ങൾ കാണാത്ത തരത്തിലുള്ള ഒരു സിനിമ ആയിരിക്കും വേണിച്ചേട്ടൻ. അത് ഈ സിനിമയുടെ എല്ലാ ഘട്ടങ്ങളിലും വേണിച്ചേട്ടന് ഈ കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. കാര്യം ഞങ്ങൾ പറയുമായിരുന്നു, ഈ എല്ലാ 4 ദിവസം കൂടുമ്പോഴും ഒരു ടീച്ചർ വരുമല്ലോ നമ്മുടെ സ്കൂളിലേക്ക്, ക്ലാസ് റൂമിലേക്ക് വന്നിട്ട് ഇതുവരെ പഠിപ്പിച്ചതൊക്കെ ഒന്ന് പറഞ്ഞ് എന്ന് പറയുന്ന പോലെയായിരുന്നു വേണിച്ചേട്ടൻ. അപ്പൊ എനിക്ക് ശരിക്കും നമ്മൾ ആവശ്യപ്പെടുന്ന പൈസ മുടക്കുന്ന ഒരു നിർമ്മാതാവ് എന്നതിനേക്കാൾ മുകളിൽ വേണുചേട്ടൻ സിനിമയോടുള്ള ഒരു അടുപ്പം, അല്ലെങ്കിൽ ഈ സ്ക്രിപ്റ്റിനോട് അദ്ദേഹം കാണിക്കുന്ന ഒരു എക്സൈറ്റ്മെന്റും, ഇതിലെ ടെക്നിക്കലി ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുമ്പോൾ അദ്ദേഹത്തിനുള്ള ഒരു അറിവ്, അതൊക്കെ നമ്മൾ അനുഭവിച്ചിട്ടുണ്ട് ഈ സിനിമയിൽ. എല്ലാ 4 ദിവസം കൂടുമ്പോഴും ഇദ്ദേഹത്തിന്റെ ദുബായിൽ നിന്നുള്ള ഓരോ വരവിലും വന്നിട്ട് അതുവരെ എടുത്ത സിനിമ വന്ന് ലൊക്കേഷനിൽ വന്ന് അതുവരെയുള്ള സീൻ കാണും, അത് കൊണ്ടുവന്ന് ഇവിടെ തിയേറ്ററിൽ ഇരുന്ന് കാണും, എന്നിട്ട് അതിന്റെ കൃത്യമായ അഭിപ്രായങ്ങൾ പറയും, കാസ്റ്റിങ്ങിനെ പറ്റി പറയും. അപ്പൊ അത് ശരിക്കും ഇതിന്റെ എല്ലാ സ്റ്റേജിലും വേണുചേട്ടൻ ഈ കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. എൻ്റെ അടുത്ത് പല സമയത്ത് സംസാരിക്കുമ്പോഴും ഈ സിനിമയെ പറ്റിയിട്ട്, ഇതിന്റെ മാർക്കറ്റിങ്ങിനെ പറ്റിയിട്ടും, ഇത് ഏത് സമയത്ത് റിലീസ് ചെയ്യണം എന്നുള്ളതിനെ വരെ പ്ലാൻഡ് ആയിട്ടാണ് ഇദ്ദേഹം നിന്നത്. ആസിഫ്, ഇനിയുള്ള യാത്ര വളരെ സെലക്ഷൻ ആയിരിക്കും കേട്ടോ, മാക്സിമം ശ്രമിക്കും. അങ്ങനെ വേണം. എനിക്ക് ആസിഫ് ഇരിക്കുമ്പോൾ ഒരു കാര്യം പറയാവുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്നതെല്ലാം ഇപ്പൊ ഈ രേഖാചിത്രം വരെ ഇപ്പൊ എങ്ങനെയാണെന്ന് അറിയാം. ഇനിയിപ്പോ എൻ്റെ അറിവിൽ വരാൻ പോകണമെന്നൊക്കെ പറഞ്ഞ് ഇതിനേലും വലിയ വലിയ സിനിമകളാണ്. പിന്നെ ഇനി വരാൻ പോണ കഥകളും പല ആൾക്കാരും പറഞ്ഞാൽ ഞാൻ കേട്ടിട്ടുണ്ട്, ഇതും ഗംഭീരമാണ്. അപ്പോൾ ആസിഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്മൈലിംഗ് ഫേസ് ആയിട്ട്, ഒരു ഡൗൺ ടു എർത്ത്, അങ്ങനത്തെ എല്ലാവരുടെയും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വീട്ടിലെ ആളെ പോലെയാണ്. നിങ്ങൾ ആ ഒരു ഇതിലെത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മാറിയിരുന്ന എൻ്റെ ഒരു റിക്വസ്റ്റാണ്. പല ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും വേറെ നമ്മുടെ പല ഇന്റർവ്യൂവിലൊക്കെ ഞാൻ പറയാറുള്ളത്, വേറൊരു ലോകത്തോട്ടു നിങ്ങളിപ്പോൾ വളരെ യങ്ങാണ്, എത്രയോ വർഷം ഇനി ഇൻഡസ്ട്രിയിൽ നിൽക്കാനുള്ളതാണ്. അപ്പോൾ ഒരു സാധാരണക്കാരാണ് ഈ സിനിമ കാണുകയും വിജയിപ്പിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ അവരുടെ ആ മനസ്സിലുള്ള സ്ഥാനം അതേപോലെ തന്നെ നിലനിർത്തണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ആസിഫിന് അങ്ങനെ ഒരു മാറ്റം നമ്മൾ ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് വരുന്നതാണ്. എത്ര വിചാരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഇത് വരുന്ന സമയത്ത് ജനങ്ങളിൽ നിന്ന് അകലാനുള്ള ഒരു ചെറിയൊരു സാധനമുണ്ട്. അത് പക്ഷെ ഒരു കാര്യമുണ്ട്, അത് സെൽഫി എടുക്കൽ ഇതൊന്നും നടക്കില്ല. അത് ഞാൻ അഡ്മിറ്റ് ചെയ്യണം. എങ്കിൽ പോലും നിങ്ങളുടെ ആ ഒരു ജനങ്ങളോടുള്ള ഒരു ഇത് ബാക്കിയുള്ള ടെക്നീഷ്യൻസിന് എല്ലാവരോടും ഉണ്ടാകും. അത് ഇതേപോലെ തന്നെ
എത്ര 1000 കോടിയുടെ സിനിമ ചെയ്ത് കഴിഞ്ഞിട്ട് ഇങ്ങനെ തന്നെ തുടരണമെന്നാണ് ഞാൻ പറയുന്നത്. Try my best. ഞാനിപ്പോൾ കഴിഞ്ഞൊരു ഇന്റർവ്യൂ പറഞ്ഞു, അതിപ്പോൾ ആസിക്ക് ഇല്ലാത്തൊരു ഇന്റർവ്യൂ ആയിരുന്നു. ഞാൻ 2013 ആദ്യമായിട്ട് ഞാൻ സിനിമയുടെ ലൊക്കേഷൻ കാണുന്നത് ബൈസൈക്കിൾ തീവ്സ് എന്ന് പറയുന്ന ജിസാർ ഡയറക്ട് ചെയ്ത ആസിഫ് നായകനായ സിനിമയിലാണ്. അന്ന് ഞാൻ ക്ലാപ്പ് അടിച്ചിട്ടാണ് വരുന്നത്. അന്ന് എങ്ങനെയാണോ എന്നോട് പെരുമാറിയത് അതേ ഒരു വ്യത്യാസവും ഇല്ലാതെ തന്നെയാണ് ഇപ്പോഴും പെരുമാറുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഒരു 10-12 വർഷത്തെ ഗ്യാപ്പ് വരുന്നുണ്ട്. അപ്പോൾ അത് എൻ്റെ അടുത്ത് മാത്രമല്ല സെറ്റിൽ എല്ലായിടത്തും അങ്ങനെ തന്നെയാണ്. മമ്മൂക്കാരുടെ അടുത്ത് ഇന്നലെ പോയി ഫോട്ടോ ഒക്കെ ഫേസ്ബുക്ക് മമ്മൂക്കായിട്ടാണ് നിങ്ങൾ എല്ലാവരും ഇട്ടേക്കാണ്. മമ്മൂക്കാരുടെ അടുത്ത് പോയിട്ടുള്ള ആ സിറ്റുവേഷൻ ഭയങ്കരമായിരുന്നു. അവരെ വാക്കുകൾ വരെ ഫേസ്ബുക്കിൽ എഴുതിയിട്ടുണ്ട്. എങ്ങനെ ഉണ്ടായിരുന്നു അത്? മമ്മൂക്കാനെ പറ്റി പറയുമ്പോണ്ടല്ലോ, അദ്ദേഹം അത് എത്ര പ്രസന്റിലാണ് അദ്ദേഹം ഉള്ളതെന്നും കൂടെ പറയണം. ഇത് ശ്രീലങ്ക, ഈ പടം റിലീസായി ആ സമയത്ത് അദ്ദേഹം ശ്രീലങ്കയിൽ നിന്ന് ട്രാവൽ ചെയ്യുവാണ് തിരിച്ചിങ്ങോട്ട്. ഞങ്ങൾ ഇവിടെ വന്ന് ഇറങ്ങി, അദ്ദേഹം ഇവിടെ വന്ന് ഇറങ്ങി ഒരു 3 മണിക്കൂർ കഴിയുമ്പോൾ ഞങ്ങൾ ഷോ കഴിഞ്ഞിട്ട് നേരെ മമ്മൂക്കയുടെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ഈ സിനിമയുടെ എന്താണ് വിധി എന്നുള്ളത് അദ്ദേഹത്തിന്റെ മുഖത്തുണ്ടായിരുന്നു. അതിന് അത്രയും അറിഞ്ഞു കഴിഞ്ഞു. എല്ലാ സിനിമയുടെ ഫീഡ്ബാക്കും ആൾക്കാരുടെ അഭിപ്രായങ്ങളും തിയേറ്റർ റെസ്പോൺസും എല്ലാം നമുക്ക് അറിഞ്ഞിട്ട് ഞങ്ങൾ അങ്ങോട്ട് പറയുന്നതിന് മുന്നേ ഓരോ കാര്യങ്ങളും എവിടെയൊക്കെ കയ്യടി ഉണ്ടായിരുന്നു തിയേറ്ററിൽ, എന്തൊക്കെ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടു എന്നൊക്കെ അദ്ദേഹം അറിഞ്ഞു കഴിഞ്ഞു. പിന്നെ ഭയങ്കര വെൽക്കമിങ് ആയിരുന്നു. ഞങ്ങൾ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ, തിയേറ്ററിൽ നിന്ന് ഞാൻ മെസ്സേജ് അയച്ചു, ഭയങ്കര രസമുണ്ട്. കാര്യം ഈ സൂപ്പർ സ്റ്റാർഡം എന്താണെന്നൊക്കെ ഉള്ളത് നമ്മൾ കാണുവാണ്. ഈ 369 എന്ന് പറഞ്ഞ ഒരു നമ്പറുള്ള കാറ് വരുമ്പോൾ തിയേറ്ററിനകത്ത് ഉണ്ടാകുന്ന ഒരു റെസ്പോൺസ് എന്താണെന്നുള്ളത്. അപ്പൊ അത് കഴിഞ്ഞ് ഞാൻ അദ്ദേഹത്തിന് മെസ്സേജ് അയച്ചു, ഇങ്ങനെയൊക്കെ സംഭവിച്ചു എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ കൺഗ്രാറ്റുലേഷൻസ് മമ്മൂട്ടി ചേട്ടൻ എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം റിപ്ലൈ ചെയ്തത്. അപ്പം അത്രയും ഈ അദ്ദേഹത്തിന്റെ ഒരു യെസ് ഓർ നോയിലായിരുന്നു ഈ സിനിമ നിന്നത് പോലും. അപ്പൊ ആ സിനിമയ്ക്ക് ആ റൂട്ട് മുതൽ അദ്ദേഹം തരുന്ന സപ്പോർട്ടും എല്ലാം അങ്ങനെയാണ്. ഞങ്ങൾ ഏറ്റവും കടപ്പെട്ടിരിക്കുന്ന ഈ സിനിമയുടെ പേര് മമ്മൂക്കയുടെ അടുത്ത് തന്നെ അദൃശ്യമായ ഒരു മമ്മൂക്ക ഇതിലില്ലെന്നുണ്ടെങ്കിൽ പോലും, അല്ലെങ്കിൽ ചില ഭാഗങ്ങളാണെങ്കിൽ പോലും ത്രൂ ഔട്ട് മമ്മൂക്കയുടെ ഒരു പ്രസൻസ് ഉണ്ട്. ഇവൻ ലാസ്റ്റത്തെ സാധനം മമ്മൂക്ക വീണ്ടും ഡബ് ചെയ്ത്, ആദ്യം ഡബ് ചെയ്ത് മാറ്റി മമ്മൂക്ക തന്നെ മമ്മൂക്ക ചേട്ടൻ. അതൊക്കെ വലിയ കാര്യമാണല്ലോ. ആസിഫ് എന്ന് പറഞ്ഞാൽ മമ്മൂക്കാക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളാണ് എനിക്ക് പേഴ്സണലി. അത്രയും നിങ്ങൾ മമ്മൂക്ക എവിടെ ഏത് സ്റ്റേജിലും ആസിഫായിട്ടുള്ള ഒരു വൈബ് നമ്മൾ കാണാറുണ്ട്. അത്രയും ഇഷ്ടപ്പെട്ട ഒരാളാണ് ആസിഫിന്റെ, അല്ലേ? ഒരു സ്പേസ് അദ്ദേഹം എപ്പോഴും തന്നിട്ടുണ്ട്. ഇപ്പം ആദ്യത്തെ സിനിമയുടെ ഡിസ്ട്രിബ്യൂഷൻ മമ്മൂക്കായിരുന്നു, പ്ലേ ഹൗസ് ആയിരുന്നു ഋതു ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത്. അങ്ങനെയാണ് ഞാൻ അദ്ദേഹമായിട്ട് ഒരു റൂമിൽ ആദ്യമായിട്ട് ഒരുമിച്ചിരിക്കുന്നത്. അന്ന് മുതലൊരു എൻ്റെ ഈ സിനിമയോടുള്ള എക്സൈറ്റ്മെന്റും ഈ വിരിപ്പൊക്കെ കണ്ടിട്ടായിരിക്കാം അഭിപ്രായങ്ങൾ പറയാറുണ്ട്. ഇപ്പം അന്ന് കണ്ടപ്പോഴും എൻ്റെ അടുത്ത് പറഞ്ഞു, കഴിഞ്ഞ വർഷത്തെ സിനിമകളൊക്കെ നന്നായിരുന്നു, ഇനി ഇങ്ങനെയൊക്കെ പോകണം എന്നൊക്കെ പറഞ്ഞ ഒരു കെയർ എപ്പോഴും അദ്ദേഹം തരാറുണ്ട്. അല്ല, അത് നല്ലതുമാണല്ലോ. എപ്പോഴും സംസാരിക്കാൻ പറ്റുന്ന ആളെന്ന് പറയുന്നത് വലിയൊരു അഭിപ്രായങ്ങളും പറയുന്ന ഒരു വ്യക്തി. അത് മമ്മൂക്കായിൽ നിന്ന് കിട്ടുന്നത് വലുത്. പക്ഷെ ഓരോ പ്രാവശ്യം കാണുമ്പോഴും പേടിയുണ്ട്. ആദ്യത്തെ പ്രാവശ്യം കാണുമ്പോൾ വീണ്ടും ആദ്യമായിട്ട് കാണുന്ന പോലെയാണ് എപ്പോ കണ്ടാലും അങ്ങനെ തന്നെയാണ്, അല്ലേ? അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ.